Hello everyone, welcome back to my channel Ncert Malayalam. Ncert class 8th English chapter 9 The Great Stone Face in part 1 discussion. Part 1 in part 2 discussion. I mean, രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഈ ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിലെ പാർട്ട് 2 ഡിസ്കഷനാണ്. സോ ഇത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏർണസ്റ്റ് had no teacher, but the great stone face became one to him. സോ ഏർണസ്റ്റിന് ഒരു ടീച്ചറൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ടീച്ചറായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. When the work of the day was over, he would gaze it for hours until he began to imagine that those vast features recognized him and gave him a smile of kindness and encouragement. അതായത് ഒരുപാട് സമയം ഇതിലിങ്ങനെ നോക്കി നിൽക്കും അവന്. എന്നിട്ട് അതിൻ്റെ പല ഫീച്ചേഴ്സും അവന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അതെപ്പോഴും അതിന് തിരിച്ച് അവനെ ഒരു നല്ലൊരു കൈൻഡ്നെസ്സോട് കൂടിയില്ലയും അതുപോലെ തന്നെ അവനൊരു പ്രചോദനം ചെയ്യുന്ന രീതിയിലുള്ളൊരു ചിരി സമ്മാനിക്കുമായിരുന്നു. About this time, there went a rumor throughout the valley that the great man who was to bear a resemblance of the great stone face has appeared at last. സോ ആ ഒരു സമയത്ത് അവിടെ ഇങ്ങനെ ഒരു അശരീരി മുഴങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു ഗ്രേറ്റ് സ്റ്റോൺ ഫേസിൻ്റെ മുഖം റിസംബിൾ ചെയ്യുന്ന ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങനെ അയാൾ അവസാനം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാണ്. It seems that many years before, a young man had left the valley and settled at the distant seaport. Gather Gold, which was his name, had set up a shopkeeper, and being sharp in business matters, had become so very rich that it would taken him 100 years only to count his wealth. സോ അതായത് അവിടെ ഉണ്ടായിരുന്നൊരു യങ് മാനായിരുന്നു മിസ്റ്റർ ഗ്യാദർ ഗോൾഡ്. അദ്ദേഹം കുറച്ച് ദൂരെയുള്ളൊരു സീ പോർട്ടിലായിരുന്നു സെറ്റിലായിട്ടുള്ളത്. ഇപ്പോൾ ഗ്യാദർ ഗോൾഡ് ഒരു ഷോപ്പ് കീപ്പറായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മാറ്റേഴ്സിലൊക്കെ അദ്ദേഹം ഭയങ്കര ഷാർപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റിച്ചായി. ഒരു 100 വർഷമെങ്കിലും എടുക്കും അദ്ദേഹത്തിൻ്റെ വെൽത്ത് അല്ലെങ്കിൽ സമ്പാദ്യം ഇങ്ങനെ എണ്ണി തീർക്കാൻ വേണ്ടിയിട്ടെന്നാണ് അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഉപമിക്കുന്നത്. So in the time he thought of his native valley and decided to go back there and end his life in his days when he had been born. സോ അദ്ദേഹം അവസാനം തൻ്റെ ജനിച്ച നാട്ടിലേക്ക് തിരിച്ചു പോകാനും അവിടെ ബാക്കിയുള്ള അവസാന കാര്യങ്ങൾ കഴിച്ചു കൂട്ടാനും വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഏർണസ്റ്റ് had been deeply stirred by the idea that the great man, the noble man, the man of prophecy, after so many ages of the delay, was at length to be seen in his native valley. സോ ഏർണസ്റ്റും അതുപോലെ ഈ ഒരു ഐഡിയ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഈ ഗ്രേറ്റ് മാൻ്റെ വാർത്ത കേട്ടപ്പോൾ അവനും എന്ത് ചെയ്തു, ഈ നോബിൾ മാൻ അല്ലെങ്കിൽ മാൻ ഓഫ് പ്രൊഫസിയെ കാണാൻ വേണ്ടിയിട്ട് പോയി. സോ while the boy was still gazing up the valley one day and imagining the great stone face return his gaze, the noise of the wheels was heard and a crowd of people cried, "Here comes the great Mr. Gather Gold." സോ ആ ഒരു ദിവസം ഇങ്ങനെ പോയി നമ്മുടെ ഏർണസ്റ്റ് ഇങ്ങനെ ഈ വാലി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ആവട്ടെ തിരിച്ചും ഇങ്ങനെ നോക്കുന്ന പോലെ തോന്നി. ആ സമയത്ത് ഒരുപാട് ഈ ടയറുകളുടെ അല്ലെങ്കിൽ വീലുകളുടെ ഒച്ചപ്പാട് ഇങ്ങനെ കേട്ടു. ഇത് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു, ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അലറുന്നുണ്ട്. അതാണ് അവസാനം ഇതാ ആ ഗ്രേറ്റ് മിസ്റ്റർ ഗ്യാദർ ഗോൾഡ് എത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അലറുകയാണ്. എ carriage drawn by 4 horses dashed around the turn of the road. Within it, thrust partly of the window, appeared the face of an old man with a yellow skin. സോ ഒരു ക്യാരിയേജ് 4 കുതിരകൾ വഹിക്കുന്ന ഒരു ക്യാരിയേജിൽ റോഡിൻ്റെ അവിടേക്ക് അത് ഡാഷ് ചെയ്തെന്ന് വെച്ചാൽ മൂവ് ചെയ്തെത്തി. അത് തന്നെ എന്നിട്ട് ആ ഒരു വിൻഡോയിലൂടെ കാണുന്നത് വെച്ചാൽ ഒരു ഓൾഡ് മാൻ അല്ലെങ്കിൽ വയസ്സായൊരു ഒരു വൃദ്ധൻ, ഒരു യെല്ലോ സ്കിൻ ടെക്സ്ചറുള്ളൊരു മനുഷ്യനായിരുന്നു അതിനകത്ത് നിന്ന് കാണുന്നത്. സോ അതായിരിക്കും മിസ്റ്റർ ഗ്യാദർ ഗോൾഡ്. The very image of the great stone face shouted the people, "Sure enough, the old prophecy is true. Here we have the great man at last." സോ ആ ഇമേജ് പോലെ തന്നെയാണെന്ന് ആൾക്കാരിങ്ങനെ പറയുകയാണ്. അതായത് ഉറപ്പാണ് നമ്മുടെ ഈ ഒരു പ്രൊഫസി ട്രൂ ആയിട്ട് വരികയാണ്. ആ ഒരു ഗ്രേറ്റ് മാൻ ഇതാ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയാണ്. ആൻഡ് വാട്ട് ഗ്രേറ്റ്ലി പസിൽഡ് ഏർണസ്റ്റ്, ദേ സീംഡ് ആക്ച്വലി ടു ബിലീവ് ദാറ്റ് ഹിയർ വാസ് ദ ലൈക്ക്നെസ് വിച്ച് ദേ സ്പോക്ക് ഓഫ്. സോ ഏറ്റവും ഈ ഏർണസ്റ്റിനെ പറ്റിയിട്ട് ആകെ പസിലായത് അല്ലെങ്കിൽ ആകെ വട്ടം കറക്കിയത് എന്താണെന്ന് വെച്ചാൽ, അതായത് അവർ പറയുന്ന ആ ഒരു ലൈക്ക്നെസ് അല്ലെങ്കിൽ ആ ഒരു സാദൃശ്യം ഉണ്ടോയെന്നൊക്കെയാണ് അവനിങ്ങനെ ആലോചിക്കുന്നത്. He turned away sadly from the wrinkled shrewdness of that unpleasant face and gazed up the valley where the stone face seemed to say, "He will come, fear not, Ernest, the man will come." സോ ആ ഒരു മനുഷ്യൻ്റെ ഈ ചുളിവുള്ള ഷ്യൂട്ട്നെസ് എന്ന് വെച്ചാൽ
നമ്മുടെ ഷ്രൂഡ്നെസ് എന്ന് വെച്ചാൽ ഷ്രൂഡ്നെസ് എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഷാർപ്നെസ്. ആ ഒരു റിങ്കിൾനെസ്സും ആ അൺപ്ലസൻറ്റ് ഫേസൊന്നും അദ്ദേഹത്തിനൊട്ടും എന്തായില്ല, ഡൈജസ്റ്റ് ആയില്ല. കാരണം അതൊരിക്കലും ആ ഒരു പ്രൊഫസിയിൽ പറയുന്ന ആ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിന് റിസംബിൾ ചെയ്തൊരു മനുഷ്യനല്ലാന്ന് തോന്നി. എന്നിട്ട് വാലിയെ നോക്കിയപ്പോൾ വാലി ഇങ്ങനെ പറഞ്ഞു, അതായത് സ്റ്റോൺ ഫേസ് ഇങ്ങനെ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട ഏണസ്റ്റ്, ഒരു ദിവസം എന്തായാലും ആ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് റിസംബിൾ ചെയ്യുന്നൊരു മനുഷ്യൻ വരൂ എന്ന് പറയാണ്. The years went on. The Ernest grew to a young man. He attracted the little notice from the inhabitants of the valley. They saw nothing remarkable in his way of life, except that when the labor of the day was over, he still loved to gaze upon the great stone face. So വർഷങ്ങൾ കഴിഞ്ഞു. ഏണസ്റ്റ് ആവട്ടെ ഒരു യങ് മാനായി മാറി. ഓരോരുത്തരും അവിടുത്തെ ഓരോ ഇൻഹാബിറ്റൻസും അല്ലെങ്കിൽ ആ വാലിയിൽ താമസിക്കുന്ന ഓരോരുത്തരും എന്ത് ചെയ്തു, അവനെപ്പറ്റി ഓരോന്ന് പറയാൻ തുടങ്ങി, നല്ല കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കാരണം വെച്ചാൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ലേബർ കഴിയും അല്ലെങ്കിൽ ജോലി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ആ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിനെ നോക്കി ഇങ്ങനെ നിൽക്കും കുറേ നേരം. അപ്പോൾ their idea was that this was a folly but pardonable because Ernest was industrious, kind and neighborly. അവരുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇത് ഫോളിയാണ്. അതായത് ഏണസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫോളി എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് സെൻസ്, ഫൂളിഷ്നെസ്. പാർഡനബിൾ എന്ന് വെച്ചാൽ ഏബിൾ ടു ബി ഫോർ ഗിവൻ. അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയസ് എന്ന് വെച്ചാൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കൈൻഡ് ആൻഡ് നല്ലൊരു അയൽവാസി ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. They did not know the great stone face has become the teacher to him and that the sentiment that was expressed in it would enlarge the young man's heart. So നമ്മുടെ ഗ്രേറ്റ് സ്റ്റോൺ ഫേസും ഏണസ്റ്റും തമ്മിൽ ഉള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ റിഷ്ത, അല്ലെങ്കിൽ ആ ഒരു റിലേഷന് അവർക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്തോടെ തന്നെ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ഏണസ്റ്റിനൊരു ടീച്ചറായി മാറിയിട്ടുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ആ ഒരു സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് ആ ഒരു യങ് മാനിൻ്റെ മനസ്സിന് വേണ്ടുവോളം ഉയർത്തുന്നതായിരുന്നു. ആൻഡ് ഫിൽ ഇറ്റ് വിത്ത് എ ഡീപ്പർ സിമ്പതീസ് ദാൻ അതർ ഹാർട്ട്സ്. ബാക്കിയുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സിമ്പതിയറായിരുന്നു നമ്മുടെ ഏണസ്റ്റ് എന്നാണ് പറയുന്നത്. ദേ ഡിഡ് നോട്ട് നോ ദാറ്റ് ഫ്രം ദിസ് വുഡ് ബിക്കം എ ബെറ്റർ വിസ്ഡം ദാൻ കുഡ് ബി ലേൺ ഫ്രം ദ ബുക്സ്. അതായത് ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു വിസ്ഡമാണ് പിന്നീട് ബുക്കിൽ പോലും നമുക്ക് വായിച്ചാൽ കിട്ടാത്തക്ക രീതിയിൽ ഏണസ്റ്റിന് ആ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ഏണസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഏണസ്റ്റിൻ്റെ ആ ഒരു റിലേഷൻ കാരണം അവനിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് മാറ്റങ്ങൾ. Neither did Ernest know that the thoughts which came to him so naturally in the fields and at the fireside were of the higher tone than those which all men shared within him. So അവനാവട്ടെ ഏണസ്റ്റിന് അദ്ദേഹത്തിൻ്റെ തോട്ട്സുകളും കാര്യങ്ങളൊക്കെ നാച്ചുറലി വരുമായിരുന്നു. ഇനി ഫീൽഡിലാവട്ടെ ഫയർ സൈഡിലാവട്ടെ എവിടെയാണെങ്കിലും. പക്ഷേ അതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഉയർന്ന രീതിയിലുള്ള തോട്ട്സ് ആയിരുന്നു. A simple soul, simple as when his mother first told him the whole story. He beheld the marvelous face looking down the way and still wondered why its human likeness was so long in coming. So ഒരു സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ, അവൻ്റെ അമ്മ പറഞ്ഞതുപോലെ, അവൻ്റെ അമ്മയുടെ പഴയ സ്റ്റോറിയിൽ പറഞ്ഞ പോലെ അവൻ എപ്പോഴും എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബിഹെൽഡ് വെച്ചാൽ സോ ദ മാർവലസ് ഫേസ്, അതായത് ഗ്രേറ്റ് സ്റ്റോൺ ഫേസിൽ നോക്കുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും ഒരു സാദൃശ്യം, എന്തുകൊണ്ടാണ് ആ സാദൃശ്യമുള്ള മനുഷ്യന് വരാൻ ഇത്രയും കാലതാമസം എന്ന് പറയാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. എന്തായി സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ കീപ് സബ്സ്ക്രൈബ്, മാക്സിമം ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു എവരി വൺ ആൻഡ് താങ്ക് യു സോ മച്ച്.